ഈ പിള്ളേർ ഓടി പോകുമ്പോൾ ഇവർ ട്രെയിനെ കയറിയിട്ട് പണ്ട് ദാസനും വിജയനും പറഞ്ഞ പോലെ ഗഫൂർക്കാ ദോസ്ത് എന്ന് അതിന് പകരം കമ്മീഷണർക്കാ ദോസ്ത് എന്നോട് പറഞ്ഞാൽ മതിയോ? എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ഇപ്പോൾ തൃശ്ശൂരിൽ ഇരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് കാസർഗോഡ് LBSലാണ് ആദ്യം അലോട്ട്മെന്റ് കിട്ടിയത്. ഇങ്ങനെ ഇത്ര മാത്രം ഈ ധൃതി പിടിച്ച് നടത്തുന്നതിന്റെ പിന്നിലത്തെ ഉദ്ദേശം ചേതോ വികാരം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഇത്ര ഓവർ ആത്മാർത്ഥത കാണിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഫ്രണ്ട്സ് നമസ്കാരം. നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം മുൻപ് ഒക്കെ ചെയ്തതുപോലെ തന്നെ പ്രതീക്ഷ തെറ്റിക്കാതെ ഇപ്പോഴും ഒരു പുതിയ ഡിസപ്പോയിൻമെൻറ്റുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നോക്കുക, 29-ാം തീയതി ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതായിട്ടും സെപ്റ്റംബർ 2-ാം തീയതി വരെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാനായിട്ടുള്ള സമയം നീട്ടിയതായിട്ടും ഒക്കെ ഈ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നോക്കുക എത്ര എഫക്റ്റീവ് ആണ് നോക്കുക കാര്യങ്ങൾ. 4-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നു. 5-ാം തീയതി ഫൈനൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നു. എഞ്ചിനീയറിംഗിന്റെ ഫൈനൽ അലോട്ട്മെന്റ്. ഓക്കെ, 6-ാം തീയതി 7-ാം തീയതി 2 ദിവസം, ആ 2 ദിവസം കൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക കോളേജിൽ പോയിട്ട്. ഓക്കെ, 7-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കോളേജ് അതോറിറ്റീസ് ഷാൽ ഹാവ് ടു അപ്രൂവ് ആൻഡ് സബ്മിറ്റ് ദ ലിസ്റ്റ് ഓഫ് അഡ്മിറ്റഡ് സ്റ്റുഡൻസ് ടു ദ CEE ത്രൂ ദ ഓൺലൈൻ അഡ്മിഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ എത്ര എഫിഷ്യൻ്റ് ആണെന്ന് നോക്കിയാൽ നമ്മുടെ സിസ്റ്റം. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എഗെയിൻ ഈ 4-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി വരുന്ന ഫൈനൽ അലോട്ട്മെന്റിന് ശേഷമുള്ള 2 ദിവസം, ഈ 2 ദിവസത്തെ സ്റ്റുഡൻസ് എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കും. കഴിഞ്ഞ തവണ സെക്കൻഡ് അലോട്ട്മെന്റ് അത് നിർബന്ധമായിരുന്നില്ലാത്ത ഒരു അലോട്ട്മെന്റ്. ആ സമയത്ത് അഡ്മിഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ലായിരുന്നു. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് വീണ്ടും ഒന്നേന്ന് രജിസ്റ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടിയും സെക്കൻഡ് അലോട്ട്മെന്റിൽ 21 മുതൽ 27 വരെ സമയം ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഒറ്റ ഡ്യൂട്ടിയേ ഉള്ളൂ. നിങ്ങളുടെ കോളേജിൽ ചെല്ലുക, ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, ഫീ അടയ്ക്കുക, ഇത്ര ഉള്ളത്. ഈ ഒരൊറ്റ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് വൈസ് തിരിച്ച് ഓരോ ദിവസങ്ങൾ തന്ന് 21 to 27 വരെ സമയമൊക്കെ തന്നു. നന്നായിട്ട് പോയി, ഗുഡ്. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ പ്രോസസ്സ് മാത്രം ചെയ്താൽ പോരാ. കഴിഞ്ഞ അഡ്മിഷൻ എടുത്ത കോളേജുകളിലേക്ക് ഈ കുട്ടികൾ വീണ്ടും തിരിച്ചു ചെല്ലണം. PTA ഫണ്ടും കോഷൻ ഡെപ്പോസിറ്റും ഒക്കെ തിരികെ വാങ്ങണം. ഓക്കെ, ആ ഫീ റീഫണ്ട് വാങ്ങുന്നത് കൂടാതെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങണം. ഇതെല്ലാമായിട്ട് ദ വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അന്ന് തന്നെ പുതിയതായിട്ട് അഡ്മിഷൻ കിട്ടിയ കോളേജിലേക്ക് പോകണം. ഇതെല്ലാം എങ്ങനെ നടക്കും എന്നുള്ളതാണ് എൻ്റെ സംശയം. ഓക്കെ, ഈ കുട്ടികളും മാതാപിതാക്കളും ഈ ലാസ്റ്റ് 5-ാം തീയതി പാതിരായ്ക്ക് ഈ ഓർഡർ വരുമ്പോൾ 6-ാം തീയതി രാവിലെ വെളുപ്പിനെ ഇവർക്ക് എവിടെ നിന്നായിരിക്കും ടിക്കറ്റ് കിട്ടുക? എങ്ങനെയായിരിക്കും ഇവർ പോവുക? എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ഇപ്പോൾ തൃശ്ശൂരിൽ ഇരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് കാസർഗോഡ് LBSലാണ് ആദ്യം അലോട്ട്മെന്റ് കിട്ടിയത്. അവിടം വരെ പോയി ഈ പറഞ്ഞ ഫീസും അതുപോലെ ഡോക്യുമെന്റ്സും തിരികെ വാങ്ങിക്കണം. അവിടെ അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതിനുശേഷം കിട്ടിയത് ബാർട്ടൺ ഹില്ലാണെങ്കിൽ ബാർട്ടൺ ഹില്ല് വരെ വീണ്ടും എവിടുന്ന്, കാസർഗോഡ് നിന്ന് വീട്ടിൽ വന്നിട്ടോ അല്ലാതെയോ നേരിട്ടോ എങ്ങോട്ട് പോകണം? ബാർട്ടൺ ഹില്ലിലേക്ക് പോകണം. അവിടെ പോയിട്ട് വീണ്ടും അഡ്മിഷൻ എടുക്കണം. ഇത് സ്ട്രീം വൈസ് ഓരോ ദിവസമൊന്നുമില്ല, ലോ സ്ട്രീമിനും കൂടെ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ 6th and 7th മാത്രമേ ഉള്ളൂ. അത് അവിടെ പോയി അഡ്മിഷൻ വീണ്ടും എടുക്കണം. ഇതിനിടയ്ക്ക് ഉടനെ തന്നെ ഫസ്റ്റ് ഡേ, അതായത് ക്ലാസ് ആരംഭിക്കാൻ പോകുന്ന ഇൻഫർമേഷൻ വരുന്നുണ്ട്. 9-ാം തീയതിയോടുകൂടി ക്ലാസ് ചിലപ്പോൾ ആരംഭിച്ചെന്നും വരും എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഇത്ര മാത്രം ഈ ധൃതി പിടിച്ച് നടത്തുന്നതിൻ്റെ പിന്നിലത്തെ ഉദ്ദേശം ചേതോ വികാരം എനിക്ക് മനസ്സിലാകുന്നില്ല. കുട്ടികളുടെ ഭാവിയെ കരുതിയായിരിക്കും. കുട്ടികൾ 7-ാം തീയതി അഡ്മിഷൻ എടുത്ത് 9-ാം തീയതി ക്ലാസ് തുടങ്ങിയില്ലെങ്കിൽ എങ്ങനെ അവരെ കൃത്യമായിട്ട് സെമസ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ എങ്ങനെ അവരുടെ പോർഷൻ തീർത്ത് കൊടുക്കും? അവരോട് നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മീഷണർ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇത് ഇത്ര ഓവർ ആത്മാർത്ഥത കാണിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഈ കുട്ടികൾ ഈ പറഞ്ഞ 2 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും അല്ല ഈ പിള്ളേർ ഓടി പോകുമ്പോൾ ഇവർ ട്രെയിനിൽ കയറിയിട്ട് TT വന്ന് ടിക്കറ്റ് ചോദിക്കുമ്പോൾ പണ്ട് ദാസനും വിജയനും ഗഫൂർക്കാ ദോസ്ത് എന്ന് പറഞ്ഞതുപോലെ കമ്മീഷണർക്കാ ദോസ്ത് എന്ന് പറഞ്ഞാൽ മതിയോ? ഇവർക്ക് ഇത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അഡ്മിഷൻ വരാനും ജോയിൻ ചെയ്യാൻ വരാനും ഒക്കെ ഇവരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമില്ലേ? ഒരു കോളേജിൽ പോയിട്ട് ഈ പറഞ്ഞ റീഫണ്ടും സർട്ടിഫിക്കറ്റ്സും ഒക്കെ വാങ്ങിച്ചു വരണ്ടേ? അതിനുശേഷം പുതിയ കോളേജിൽ വീണ്ടും വന്ന് അഡ്മിഷൻ എടുക്കണ്ടേ? ഇതിനൊക്കെ അല്പം അവർ അർഹിക്കുന്ന കുറച്ചുകൂടി സമയം ഇതിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിനകത്ത് ബുദ്ധിമുട്ട് വരിക? ഈ പ്രോസസ്സ് അല്പം കൂടി മുന്നോട്ട് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ ഒരു കാര്യം സംഭവിക്കും, പാരലായിട്ട് ചിലപ്പോൾ മെഡിസിൻ്റെ അലോട്ട്മെന്റ്സ് വരും അല്ലേ? സെക്കൻഡ് അലോട്ട്മെന്റിലേക്കോ തേർഡ് അലോട്ട്മെന്റിലേക്കോ പോയേക്കാം. അങ്ങനെ വന്നാൽ ഈ കുട്ടികൾക്ക് അവർ അർഹിക്കുന്ന ഗവൺമെന്റ് സീറ്റുകളിലേക്കോ അല്ലെങ്കിൽ ഫീസ് കുറഞ്ഞ സീറ്റുകളിലേക്കോ മെച്ചപ്പെട്ട കോളേജുകളിലേക്കോ അഡ്മിഷൻ കിട്ടിയേക്കാം. അത് സംഭവിച്ചേക്കാം. അത് സംഭവിക്കുന്നതിൽ അങ്ങേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ വേക്കൻ്റായിട്ട് കിടക്കുന്ന സീറ്റ്, ആർക്കും നഷ്ടപ്പെട്ടു പോകുന്ന സീറ്റ്, ആ സീറ്റിലേക്ക് അർഹതയുള്ള കുട്ടികൾ കയറി വരുന്നതിന്, അതായത് ഈ പ്രോസസ്സിൽ അല്പം കാലതാമസം വന്നാൽ, ഒരല്പം ഇളവ് ഇതിനകത്ത് ചെയ്താൽ, ഒരല്പം കൂടെ ക്ഷമ കാണിച്ചാൽ ഈ കുട്ടികൾക്ക്, അർഹിക്കുന്ന കുട്ടികൾക്ക് നല്ല സീറ്റുകൾ കിട്ടുന്നതിൽ അങ്ങേക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എന്താണ് ഇത്ര ധൃതി? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു ചോദ്യമാണ്. ഈ പ്രോസസ്സ് ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. മെഡിസിൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് എഞ്ചിനീയറിംഗ് അഡ്മിഷൻസ് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് ഈ പ്രോസസ്സ് നടക്കും. അർഹതപ്പെട്ട കുട്ടികൾക്ക് അർഹതപ്പെട്ട സീറ്റ് കിട്ടും. അതെന്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല?
1983 ഈ പറഞ്ഞ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസ് നിലവിൽ വരുന്നതും പരീക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ഈ പറയുന്ന ഓഫീസ് ഫോം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് ആ ഓർഡറിൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഒരു 3-4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 5 കാര്യങ്ങളാണ് ഉദ്ദേശങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ലൈൻ ഞാനൊന്ന് വായിക്കാം, ആരും ചിരിക്കരുത്. പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് മുതൽ അലോട്ട്മെൻറ്റിൻ്റെ അവസാന ഘട്ടം വരെ വിദ്യാർത്ഥി സൗഹൃദപരവും സുതാര്യവുമായി നിയമങ്ങളും കോടതി ഉത്തരവുകളും പാലിച്ച് മുഴുവൻ അഡ്മിഷൻ പ്രക്രിയകളും പൂർത്തീകരിക്കുക. ഇതാണ് ഫസ്റ്റ് ലക്ഷ്യം. ഓക്കെ, പരീക്ഷ നടത്തിപ്പിൽ ഉന്നത നിലവാരം പുലർത്തുന്നതോടൊപ്പം സമ്മർദ്ദമില്ലാതെയും കൂടുതൽ ആത്മവിശ്വാസത്തോടെയും പരീക്ഷകളോട് ഒപ്പം അഭിമുഖീകരിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുക. ഇതാണ് മെയിൻ 2 ഉദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എത്ര മനോഹരമായി ഈ ജോലി നമ്മുടെ എൻട്രൻസ് കമ്മീഷണർ ഓഫീസ് നിർവഹിക്കുന്നു എന്ന് നോക്കുക. താങ്ക് യു. പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ, കൊല്ലം, പാരിപ്പള്ളി. പാലക്കാട്, കോഴിക്കോട്, അടിമാലി, അങ്കമാലി, ആലപ്പുഴ.